अध्याय थोड़ा समय का वचन का मनन के लिए यशायाह का पुस्तक 40 अध्याय അതിന്റെ 3-4 വാക്യങ്ങൾ उसका 3 और 4 में നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശം നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരത്തുവീൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താണു വരയണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. നമ്മുടെ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവ് ആരാണ്, വരാൻ പോകുന്ന മശീഹ ആരാണെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ആദ്യം യോഹന്നാൻ ഉപയോഗിച്ച പദമാണ്, വചനമാണ് നമ്മൾ വായിച്ചത്. हम लोग यहाँ पर देखते हैं कि जब यूहन्ना बपतिस्मा देने वाले ने जब प्रभु के विषय में जब बात करते समय सबसे पहला इस्तेमाल किया हुआ ये वचन है ये. നമ്മള് സുവിശേഷങ്ങളിൽ സുവിശേഷ എഴുതിയ ലേഖനകർത്താക്കളെല്ലാം യെശയ്യാവിൽ നിന്നുള്ള ഈ വാക്യമാണ് എടുത്തിരിക്കുന്നത്. देखते हैं कि सुसमाचारों में जब पढ़ते समय में अधिकतर लोग ने यशायाह का पुस्तक से वचन लिया है. അവിടെ ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, लूका का पुस्तक 3रा अध्याय में हम पढ़ते हैं, അവിടെ ഈ മലയും കുന്നും താഴ്വരയും ദുർഘടങ്ങളെ വളഞ്ഞത് ഇതെല്ലാം അതിന്റെ ഒരു നിഴലാണ് ഈ 3-ാം അധ്യായത്തിൽ ആരംഭത്തിൽ കാണുന്നത്. तो वहां पर हम जो हमने यशायाह में हमने जो पढ़ा, जो सारे तरैया है, पहाड़े है, वो सब जो सीधा हो जाएगा, ये सब बातें बोला है. उसके बारे में हम देखते हैं कि लूका 3 का 1-2 में जब पढ़ते समय वो उन लोगों के बारे में बोला गया है जो अधिकार में है. അവിടെ തിബരിയസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. पहला वाक्य में 3 का तिबरियस कैसर का राज्य का 15वें वर्ष में जो बात है, वैसा बात बोलकर शुरू करता है. അപ്പോൾ അവിടെ ഒരു തിബരിയസ് കൈസർ എന്ന് പറയുന്ന ആൾ വാഴുമ്പോൾ, അവിടെ യഹൂദ നാട് വാഴുമ്പോൾ, യെരുശലേം വാഴുമ്പോൾ, ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇഥൂര്യത്തിലും ഇടപ്രഭുക്കന്മാരായ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം. അപ്പൊ ഇതൊക്കെയാണ് മലയും കുന്നും ദുർഘടവുമായിരിക്കുന്നത്. കാരണം ഈ തിബരിയാസ് കൈസർ വാഴുമ്പോൾ പുരോഹിത വൃന്ദത്തിൽ ആരും നേരെയല്ല, എല്ലാവരും സ്വയം ഉയർത്തി ഉന്നതന്മാരെന്നുള്ള രീതിയിൽ ആയിരിക്കുന്ന ഒരു പീലാത്തോസ് ആണെങ്കിൽ അനീതിയുടെ ന്യായാധിപനാണ്, അതുപോലെ രാജാവാണെങ്കിൽ തിബരിയാസ് കൈസറാണെങ്കിൽ വേറൊരു നിലയിൽ യഹൂദ രാജ്യത്തെ വാഴുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ദൈവത്തിന്റെ മാർഗം വെളിപ്പെടാത്തൊരു സമയത്താണ് മരുഭൂമിയിൽ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ വിളിച്ചു പറയുന്നത്. तो वहां पर 3 का 1 में हम पढ़ते समय में तिब्रियस कैसर जो वहां पर का राजा था, तो और पोंतियुस पिलातुस यहूदिया का हाकिम था, और गलील में हेरोद नाम का था. इस तरह एक एक अधिकारिया वहां पर था, और जब हन्ना और कय्यफा महायाजक थे. ये सब बातें यो अधिकार को दिखाते. उस समय पे सब अवस्था क्या था वहां पर, जो ये लोग जब तक अधिकार में रहते समय में वहां पर सब दुष्टता और कठोरता की बातें, या लोग विरुद्ध चलने वाले, प्रभु के रास्ते से अलग चलने वाले लोग थे. तो हर एक घट भर दी जाएगी. तो ये घटी जो है ये वो अधिकारियों को, एक पहाड़ और टीला, ये सब जो है वो अधिकारी को दिखाता है. ऐसे समय पर था मरुभूमि से या जंगल से एक आवाज पुकार कर आया, शब्द आया जो भविष्यवक्ता इस विषय में कहा गया था, वो യോഹന്നാൻ ബപ്തിസ്മ आता है करके हम देखते हैं. ഇവിടെ എന്നിട്ട് വായിക്കണം, കർത്താവിന്റെ വഴി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഉയർന്നിരിക്കുന്നതിനെ താണതും താണതിനെ ഉയർത്തുവും വളഞ്ഞിരിക്കുന്നതിനെ നേരെയും ആക്കുന്നതാണ് കർത്താവിന്റെ വഴി. तो ये प्रभु का रास्ता के विषय में जब बोलते हैं समय में वहां पर हम देखते हैं कि घटी, हर एक जो घटी है भर देने के विषय में है, हर एक पहाड़ और टीला उसको नीचा करने का है, और जो टोड़ा है उसको सीधा करने का विषय. ये सब बातों से है प्रभु का मार्ग है. അപ്പോൾ അങ്ങനെ ആരും നീതിമാനില്ല, എല്ലാവരും ദൈവത്തെ അനുസരിക്കാത്തവരും എല്ലാവരും ദുർഘടമായ വഴിയിലൂടെ, വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് തിബരിയാസ് കൈസറിനേക്കാൾ അല്ലെങ്കിൽ കൈസറിനെ പോലെ അല്ലാത്ത, യഹൂദ രാജാവിനെ പോലെ അല്ലാത്ത, ഹെരോദാവിനെ പോലെ അല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അന്നാവും അയ്യപ്പാവിനെ പോലെയും അല്ലാത്ത ഒരു നിലയിൽ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ 33 വർഷം ജീവിക്കുന്നതിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്.
तो यहाँ पर हम देखते हैं कि उन दिनों में सब बातें दुष्टता में थे, कोई भी बातें सीधा नहीं था, सब दुष्टता और अधीन में चलने वाला ऐसा हालत में, जहां पर तिबिरियस कैसर जो अधिकार में था, पिलातोस जो यहूदिया में अधिकार था, और हेरोद जो गलील में था, और अनन्यास और कैफास जो महायाजक थे, ऐसा दुष्टता के भरे हुए लोगों में से एक व्यक्ति हम देखते हैं जो 33.5 साल प्रभु का धार्मिकता से जीकर जिया हुआ व्यक्ति है, वो है यीशु मसीह। അപ്പോൾ ഇവിടെ നമ്മള് രണ്ട് രീതിയിലാണ് അധികാരം അവിടെ നടമാടുന്നത്. ഒന്ന് രാജാക്കന്മാരുടെ കയ്യിലും മറ്റൊന്ന് പുരോഹിതന്മാരുടെ കയ്യിലും. तो दो प्रकार का अधिकार को हम देखते हैं, पहला वाक्य में राजाओं को हम देखते हैं और दूसरा वाक्य में महायाजक को हम देखते हैं. അപ്പൊ ഈ അധികാരങ്ങൾ അവർ ദുർവിനിയോഗം ചെയ്യുകയാണ്. तो ये दोनों अधिकार के पद के लोग क्या करते थे, अपना अधिकार का गलत इस्तेमाल करते थे. ഈ അധികാരത്തിൽ അവർ നിഗളിച്ച് അവർ പർവ്വതങ്ങളെ പോലെ ദുർഘടമായിട്ടുള്ള രീതിയിലായിരിക്കുകയാണ്. और ये अधिकार का वो लोग गलत इस्तेमाल कर कर ये लोग पहाड़ों के समान ऊंचा होकर, टोड़े के समान वो लोग टेढ़ा मेढ़ा होकर चलते थे. എന്നാൽ അവിടെ യശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച ഒരു പ്രത്യേക പദം ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. परंतु यशायाह पुस्तक में जो भविष्यवाणी जो हमने पढ़ा था, उसका एक भाग जो यहाँ पर लिखा नहीं है. അവിടെ അതിന്റെ നമ്മൾ യശയ്യാവിന്റെ പുസ്തകം 40 അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ इसका 4 और 5 में जब हम पढ़ते हैं समय में, ഈ ദുർഘടങ്ങൾ അതവിടെ നമ്മൾ 4-ാം വാക്യം, എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരും. എന്നിട്ട് അടുത്ത 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യഹോവയുടെ മഹത്വം വെളിപ്പെടും. तो वहां पर वाक्य 4 में हर एक तरैया भर जाएगी, हर एक पहाड़ और पहाड़ी नगर वो गिरा हो जाएगा, हर एक टोड़ा सीधा हो जाएगा, ऊंचा के पास नीचा हो जाएगा. बोलने के बाद वाक्य 5 में वहां पर देखो, तब यहोवा का तेज प्रकट होगा. ഇവിടെ യഹോവയുടെ മഹത്വം എന്ന് പറയുന്നത്, നമ്മള് യഹോവയുടെ അല്ലെങ്കിൽ ഈ യഹോവ എന്ന് പറയുന്നത് ദൈവം പിതാവായ ദൈവം, മഹത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. तब वो यहोवा का तेज प्रकट होगा करके बोलते समय में, यहोवा जो है पिता परमेश्वर है, उनका तेज जो है यीशु मसीह है. അപ്പം നമ്മള് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഇതാണ് കർത്താവ് പറയുന്നത്. യോഹന്നാ का पुस्तक उसका 14 अध्याय में जब प्रभु का प्रार्थना में इस तरह कहते हैं, അവിടെ വായിക്കുന്നു, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണം. 17 യോഹന്നാന്റെ സുവിശേഷം 17:1. सॉरी 17 का 1 में जब हम पढ़ते समय में वहां पर हम देखते हैं कि यीशु ने बात करते हुए आके आकाश पर उठाकर कहा, हे पिता, वो घड़ी यहाँ पहुंच चुकी है कि अपने पुत्र को महिमा कर. ഇതാണ് ദൈവത്തിന്റെ മഹത്വം ഇവിടെ നമ്മൾ യശയ്യാവിന്റെ പുസ്തകം വായിക്കുന്നത്. तो अपने पुत्र को महिमा कर करके बोलते समय में वही बात है जो हमने यहोवा का तेज प्रकट हो रहा है करके, या यहोवा का महिमा जो यशायाह 40 का 5 में हमने पढ़ा. അപ്പം എല്ലാ ഹൃദയവും ഉയർന്ന പർവ്വതങ്ങൾ പോലെ ആയിരിക്കുകയാണ്, എല്ലാ വഴികളും ദുർഘടമാണ്. ഈ നിലയിൽ പർവ്വതങ്ങൾ താണു വരുന്നതും ഈ ദുർഘട വഴി അല്ലെങ്കിൽ വളഞ്ഞു കിടക്കുന്ന വഴി നേരെ ആക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവമഹത്വം എടുക്കുന്നത്. तो ये कब होगा? तो वो एक ऐसा समय था जहां पर सारे पहाड़ जो ऊंचे हैं, सारे जो गटाए हैं वो खड्डे से भरा हुआ है, और जो सब रास्ता टेढ़े मेढ़े है, ये सब बातें जब सीधा हो जाएगा तब वहां पर प्रभु का महिमा प्रकट होगा. അപ്പം കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിന്റെ നിലയാണ്, എല്ലാവരും അഹങ്കാരികളാണ്, നീതിവാന്മാർ ആരുമില്ല, നേരെ വഴിയിൽ നടക്കുന്ന ആരുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ യേശു ക്രിസ്തു ഉന്നതന്മാരായ അല്ലെങ്കിൽ നിഗളികളായിരിക്കുന്നവരെ താഴ്ന്ന ഹൃദയമുള്ളവരായി, നല്ല ഹൃദയമുള്ളവരായി, നേരെ നടക്കുന്ന ഹൃദയമുള്ളവരാക്കി തീർക്കാൻ യേശു ചെയ്ത പ്രവൃത്തിയാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടുമെന്ന് പറയുന്നത്. तो वहां पर तो यीशु जब आते समय में वो एक ऐसा समय था जहां पर सब लोग ऊंचा पदवी पर रखकर अपना घमंड और अहंकार में जीते समय में यीशु मसीह आकर किस तरह हमें नम्र और दीन होना है, ये सब बातें सिखाकर परमेश्वर का महिमा किया. അപ്പോൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് യൂദ അവിടെ പണസഞ്ചിയുമായിട്ട് പോയപ്പോൾ ഉടനെ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ എന്റെ പിതാവ് എന്നിലൂടെ മഹത്വം കൊടുക്കും. तो जब हम देखते हैं कि यूदास जब वो धन का पैसा लेकर जब वो जा रहा था प्रभु को पकड़वाने के लिए, तो तब वहां पर प्रभु कहता है कि देखो अब समय आ चुका है महिमा करने का. നമ്മൾ 13-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യോഹന്നാ 13 का 31 में हम पढ़ते हैं, ഇവിടെ വായിക്കുകയാണ്, ദൈവം അവനെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഉയർന്ന ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി തീർന്നു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവന്റെ പർവ്വതം പോലെയുള്ള ഹൃദയം അത് താണു വരികയും ദൈവസന്നിധിയിൽ താണിട്ട് യേശു എന്റെ കർത്താവ് എന്ന് ഏറ്റു പറയുമ്പോൾ അവന്റെ ഹൃദയം താണ അവസ്ഥയിൽ വരുമ്പോഴാണ്
ദൈവം മഹത്വം കൊടുക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ പ്രവൃത്തി കൊണ്ട് അവൻ അഹങ്കാരം ക്രൂശിൽ നീങ്ങിപ്പോയിട്ട് അവനൊരു കുഞ്ഞാട് പോലെ ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. तो यहाँ पर जब देखो परमेश्वर मनुष्य का पुत्र महिमा का होने का समय कब होता है, जब यीशु मसीह पकड़ाया जाकर क्रूस पे जब वो मरेगा। क्रूस पे जब वो मरने के बाद उनके कार्य के द्वारा हम जैसे हटीले और टेढ़े मेढ़े चलने वाले लोग, घमंड से ऊंचा चढ़े वाले लोग, उस क्रूस का कलवरी क्रूस को देखकर क्या होगा, ऊंचा चढ़े हुए लोग नीचे हो जाएंगे और टेढ़ा मेढ़ा चलने वाले लोग सीधा मार्ग में आने का या सीधाई पे आने का अवस्था, वो है प्रभु का क्रूस का कार्य करता है। जब उस क्रूस का कार्य हमारे ऊंचापन को नीचा करके टेढ़े मेढ़े बातों को सीधा करता है, तो उसमें परमेश्वर का महिमा होता है। അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രൂശ് കാണുമ്പോൾ എന്താ സംഭവിക്കും? ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നേരെയാവും. നേരത്തെ വളഞ്ഞ വഴിയിൽ കൂടെ വന്ന നമ്മള് ഇപ്പോൾ ദൈവത്തോട് സ്ട്രെയിറ്റ്, അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ റൈറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ അർത്ഥം. അവർ ഇനി വളഞ്ഞ വഴി വരണ്ട, അപ്പന്റെ അടുക്കിലേക്ക് ഒരു മകൻ വരുന്നത് പോലെ വളഞ്ഞ വഴി കൂടെ വരാതെ നേരെ വരാനുള്ള ഒരു അവസ്ഥ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ഒരുക്കി. इसलिए प्रभु यीशु मसीह जब क्रूस पे जब वो मरकर पुनरुत्थान होते समय में उन्होंने क्या किया, हमारे लिए प्रभु की ओर एक सीधा मार्ग खोला। इसलिए हम लोग यूहन्ना 1:12 में क्या पढ़ते, जो कोई उनका नाम पर विश्वास करता है पुत्र होने का अधिकार दिया। वो पुत्र होने का अधिकार क्या है? पुत्र हो गया मतलब क्या, अभी टेढ़ा मेढ़ा आने का जरूरत नहीं है, अभी सीधा हम लोग आ सकता है। उस तरह का कार्य प्रभु ने क्रूस में किया। അപ്പൊ യേശു പിതാവിന്റെ അടുക്കൽ വരുമ്പോൾ, അവന് വ്യക്തിപരമായ യേശു പിതാവിന്റെ അടുക്കൽ വരുമ്പോൾ അവന്റെ ഹൃദയം ഉയർന്നതല്ല, താണതാണ്. അവന്റെ വഴികൾ വളഞ്ഞതല്ല, നേരെയുള്ളതാണ്. അതാണ് ദൈവത്തിന് മഹത്വം. അതുപോലെ ഈ വളഞ്ഞ വഴി കൂടെ നടക്കുന്നവരെയും ഉയർന്ന ഹൃദയമുള്ളവരെയും യേശുവിനെ പോലെ ആക്കി തീർക്കുന്ന ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് ക്രൂശ്. जब यीशु जब पिता के पास आते समय में पिता को हमेशा महिमा होता है। क्यों? क्योंकि यीशु जब आते समय में उनका मन कभी ऊंचा नहीं है, वो हमेशा नीचा रहता है। उनका मार्ग कभी टेढ़ा मेढ़ा नहीं है, वो हमेशा सीधा है। इसलिए पिता परमेश्वर को हमेशा यीशु में महिमा ही देखता है। उसी रीति से जो कोई उस यीशु पर विश्वास करने के द्वारा उनका ऊंचा हृदय को नीचा करके टेढ़ा मेढ़ा रास्ता को सीधा करने वाला व्यक्ति को भी उस यीशु मसीह के द्वारा पिता को वो महिमा करता है। അപ്പോൾ തങ്ങളുടെ ഹൃദയം ഉയർത്തി നിഗളികളായി നടന്നത് അധികാരം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വായിച്ച രാജാക്കന്മാരും പുരോഹിതന്മാരും അവൾ വളഞ്ഞ വഴി നടക്കുന്ന രണ്ട് തരത്തിലുള്ള അധികാരമുണ്ട്. പൗരോഹിത്യത്തിന്റെ അധികാരവുമുണ്ട്, രാജ്യത്വത്തിന്റെ അധികാരവുമുണ്ട്. तो हम देखते हैं कि उस समय में क्या हो गया, उन लोग को अधिकार और पदवी की वजह से थे लोग हटीले बन गए थे। दो प्रकार के अधिकारियों को हम देखते हैं, एक राजा लोग और दूसरा था महायाजक लोग। ये दोनों प्रकार के अधिकारी लोग अधिकार में होने की वजह से टेढ़ा मेढ़ा रास्ते में चलते थे, हृदय का घमंडी और अहंकार में चलते थे। എന്നാൽ യേശുക്രിസ്തു രാജാതി രാജാവാണ്, परंतु यीशु तो राजाओं का राजा है, അവൻ മഹാപുരോഹിതനുമാണ്. और वो महायाजक भी है। പക്ഷെ അവന് അഹങ്കാരവുമില്ല, നിഗളവുമില്ല, അവൻ എപ്പോഴും നേരെയാണ്. पर उनके अंदर कोई भी अहंकार नहीं है, कोई भी प्रकार का ऊंचा पदवी का इस तरह का इच्छा नहीं है, वो हमेशा सीधा है। അപ്പൊ നമുക്കപ്പോൾ യേശുക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തിയ ആ വഴിയിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ, അതാണ് ദൈവം മഹത്വം എടുക്കുന്നത്. അതാണ് ആ യേശുക്രിസ്തു ദൈവം മഹത്വം എടുക്കാൻ തക്കവണ്ണം യേശു വെളിപ്പെട്ട് വരുന്നതാണ് നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചത്. കാരണം അവൻ യഹോവയുടെ മഹത്വം, അപ്പൊ യഹോവയ്ക്ക് ഒരു മഹത്വമുണ്ട്, അത് വെളിപ്പെടുത്തുന്നതാണ് യേശുക്രിസ്തു. तो इसीलिए यीशु जब आते समय में वो किस रीति से आया, परमेश्वर को महिमा करने का रीति से आया। उसका वो जब आ गया तो परमेश्वर का महिमा हुआ, वही है सबसे महिमा की बात। जो कोई यीशु का इस काम को देखता है वो परमेश्वर को महिमा करता है। അപ്പോൾ അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ 17 में जब हम पढ़ते हैं, അതിന്റെ 4-ാം വാക്യം, उसका 4 में, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, मैं भूमि में तुझे पृथ्वी पर तेरा महिमा किया, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. और तूने मुझे जो कार्य दिया है उसको जगत में किया है, उसको मैंने पूरा किया। അപ്പൊ എന്താണ് ആ കാര്യം? और वो काम क्या था? അതാണ് നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം നേരത്തെ വായിച്ചത്. वही हमने यशायाह का पुस्तक में हमने पढ़ा, ഉയർന്ന പർവ്വതങ്ങൾ താഴ്വരയാക്കണം, वो जो ऊंचा पर्वत था उसको नीचा करना, വളഞ്ഞ വഴി നേരെയാക്കണം, और जो टेढ़ा मेढ़ा रास्ता है उसको सीधा करना। അങ്ങനെ ക്രിസ്തു പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ നേരെയാക്കിയ, ഉയർന്നത് താണതാക്കിയും വളഞ്ഞത് നേരെയാക്കിയുമായവരാണ് യഥാർത്ഥ സഭ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മക്കൾ. तो जिनके अंदर प्रभु ने ऊंचा अवस्था को नीचा कर टेढ़ा मेढ़ा अवस्था को सीधा किया हुआ लोग है, प्रजा है, प्रभु का कलीसिया, वही लोग प्रभु के लोग है। അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശു ഉയർന്നതിനെ താണതാക്കിയപ്പോൾ, അത് വളഞ്ഞത് നേരെയാക്കിയപ്പോൾ ദൈവത്തിന് മഹത്വം എടുത്തുവെങ്കിൽ സഭ ദൈവത്തിന് മഹത്വമാണ്. तो अगर जब यीशु ने
ऊंचा बातों को उसने नीचा किया, ऊंचा कठोर हृदय वालों को नीचा करके टेढ़ा मेढ़ा रास्ता को सीधा कर दिया, उससे परमेश्वर को महिमा हो रहा है। तो कलीसिया आज परमेश्वर का महिमा है। അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വന്നിട്ടും ഈ ലോകപ്രകാരമുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ നിഗളത്തിൽ കൊണ്ടാക്കുകയും നമ്മൾ വളഞ്ഞ വഴിയിൽ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് നമ്മൾ അപമാനം വരുത്തുന്നവരാണ്. तो इसलिए यीशु मसीह में आने के बाद हमारा हृदय अगर वापस कठोर होकर ऊंचा में घमंडी हो रहा है और जो रास्ता सीधा होना चाहिए टेढ़ा मेढ़ा कर रहा है, तो हम लोग परमेश्वर को निंदा कर रहे हैं। അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ആത്മാവിലും നമ്മുടെ ശരീരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യേശുവിന്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് പിന്നെയും പിന്നെയും എന്നെ നേരെയാക്കാൻ എനിക്ക് സ്വന്തമായിട്ട് കഴിയത്തില്ലെന്നും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് നേരെയാകാനും ക്രിസ്തുവിനെ കൂടാതെ ഉയർന്ന അഹങ്കാരം താഴാനും പറ്റുകയില്ലെന്ന് കണ്ടിട്ട് നമ്മൾ ക്രൂശിനോട് ഏകീഭവിക്കണം, പിന്നെയും പിന്നെയും ഏകീഭവിക്കണം എന്ന് വചനം പഠിപ്പിക്കുന്നു. इसलिए हम लोग को वचन बार बार हमको यही सिखाता है कि तू बार बार यीशु ने किया हुआ कार्य को तू बार बार देखकर तू अपने में एक बात समझना, तेरा अंदर का ऊंचाईपन और जो घमंडी और अहंकारपन है वो तू खुद से कभी ठीक नहीं कर सकता। तेरे अंदर जो टेढ़ा मेढ़ा रास्ता चलने का जो स्वभाव है वो खुद से ठीक नहीं कर सकता। तुझे जिसने सीधा किया है उस व्यक्ति को देखना जो कलवरी क्रूस में यीशु मसीह ने तुझे किया है। इसलिए बार बार हमें उस क्रूस के समीप में आकर उस क्रूस से लिपटा रहना है। കുറഞ്ഞപക്ഷം അപ്പോസ്തലന്മാരെങ്കിലും യേശു ക്രിസ്തു അവരുടെ ഉയർന്ന, എല്ലാവരും പാപികളാണല്ലോ, എല്ലാവരും തങ്ങളെ ഇഷ്ടമനുസരിച്ച് നടന്നവർ. എന്നാൽ അപ്പോസ്തലന്മാർ ആരായിത്തീർന്നു? അവര് ക്രിസ്തുവിന്റെ പ്രവൃത്തി നിമിത്തം അവര് താണ ഹൃദയമുള്ളവരും അവര് നേരെ നടക്കുന്നവരുമായി തീർന്നു. तो इस तरह हम देखते हैं कि यीशु के समय में सब लोग इस तरह अहंकारी और टेढ़े मेढ़े चलने वाले लोग थे, परंतु वो प्रभु का वो कार्य देखकर हम देखते हैं कि कम से कम वो सिर्फ जो प्रेरित बन गए थे, प्रभु के चेले बन गए थे, वो लोग थे जिन्होंने प्रभु का सही कार्य को देखकर जो घमंडी अहंकार का जो ऊंचा था वो नीचा हो गया और जो टेढ़ा मेढ़ा अवस्था था वो हृदय सीधा हो गया। അപ്പോൾ ദൈവത്തിന് മഹത്വം വരാതെ ഉയർന്ന ഹൃദയം കൂടുതൽ ഉയരുകയും വളഞ്ഞ വഴി കൂടുതൽ വളഞ്ഞതായിട്ടും ആണ് സഭാജീവിതം നയിക്കുന്നതെങ്കിൽ അവര് പിന്നെയും വിശാലമായ വഴിയിലൂടെയാണ് പോകുന്നത്. इसलिए प्रभु का मदद के बगैर अगर वो विश्वासी है करके बोल रहा है और फिर भी उसका हृदय जो नम्र होना चाहिए था और घमंडी होकर और ऊंचाई में हो रहा है, जो रास्ता उसको सीधा होना चाहिए था उसको और टेढ़ा मेढ़ा कर और अधिक कठोरता में अगर जा रहा है तो वो विशाल मार्ग में चल रहा है जो प्रभु ने बताया। കർത്താവ് അതാ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം. എന്താണ് പിതാവിന്റെ ഇഷ്ടം? പിതാവിന്റെ ഇഷ്ടം ഉയർന്ന ഹൃദയം താണാകണം, വളഞ്ഞ വഴി നേരെയാകണം. ഇതാണ് പിതാവിന്റെ ഇഷ്ടം. इसलिए प्रभु कहता है कि तुम मुझे प्रभु प्रभु बोलने से नहीं बल्कि जो मेरा पिता का इच्छा करने से है उसी का महिमा है, वो उसमें पिता का महिमा है। तो पिता का इच्छा क्या था? जो जिसका हृदय अहंकार से फूल गया है वो नीचा हो जाना और टेढ़ा मेढ़ा रास्ता अपना चाल चलन को सीधा करना। അപ്പോൾ ദൈവത്തിനെതിരെ, ദൈവഹിതത്തിനെതിരെ പൊന്തിയോസ് പീലാത്തോസും അതുപോലെ ഹെരോദ രാജാവും കൈസരും ഒക്കെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ വിളിച്ചു പറയാണ്, ഇതാ ഒരുവൻ വരുന്നു. तो इसीलिए जब प्रभु समय में प्रभु का आगमन का समय आते समय में हम देखते हैं कि जो केसर था, जो अधिकारी था, पीलातोस था और हेरोद था और हन्ना और कैफास, ये लोग सब लोग प्रभु के अधिकार के विरुद्ध कार्य करते समय में देखो जंगल से एक आवाज आ रहा है, एक व्यक्ति आकर बात करता है। അപ്പോൾ യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, मत्ती 7:13 में प्रभु कहता है രണ്ട് വഴിയുണ്ട്, दो रास्ता है, ഒന്ന് വളഞ്ഞതായിട്ട് തന്നെ പോവുകയാണ്, एक जो टेढ़ा मेढ़ा है वो टेढ़ा मेढ़ा होकर ही जा रहा है, ഉയർന്നതായിട്ട് തന്നെ കൂടുതൽ അവര് ഉയർന്നു പോവുകയാണ്. और जो ऊंचा रास्ता था वो और ऊंचा ऊंचा विशाल विशाल होते जाएगा। അവിടെ നമ്മള് തീമോത്തിയോസിന്റെ ലേഖനത്തിൽ തീമോത്തിയോസിനോട് പറയുകയാണ്, तीमोथेयुस का पुस्तक में तीमोथी को कहता है, നമ്മളവിടെ വായിക്കുന്നുണ്ട്, അതായത് അതിന്റെ 2 തീമോത്തിയോസ് 3-ാം അധ്യായം 13-ാം വാക്യം, दूसरा तीमोथी 3:13 में, ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. तो वहां पर देखो जो दुष्ट है और जो बहकाने वाले धोखा देते हुए और धोखा खाते हुए बिगड़ते चलते जाएंगे। അവരെന്താ ചെയ്യുന്നത്? वो लोग क्या करेंगे? അവരത് കണ്ടിന്യൂ ചെയ്യും. वो लोग उसी में बने रहेंगे, उसी में वही बात करते रहेंगे। वो लोग അത് വിശാല വഴി കൂടെ പോവുകയാണ്. मतलब वो विशाल मार्ग में चलने का दशा है। ഇങ്ങനെ പോയാലും കുഴപ്പമില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത്. वो लोग सोचते हैं कि ऐसा टेढ़ा मेढ़ा चलेगा तो भी चलेगा, कोई तकलीफ नहीं है करके। അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടില്ല.
वो लोग परमेश्वर का महिमा को नहीं देखा। അവിടെ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ यशायाह का पुस्तक उसका 23वां अध्याय 26वां अध्याय में അവിടെ നമ്മള് ദൈവത്തിന്റെ കൃപ 26-ാം അധ്യായത്തിൽ 26 10-ാം വാക്യം उसका 10 में हम देखते हैं അവിടെ ദുഷ്ടന് കൃപ കാണിച്ചാലും അവന് ആ കൃപയിലേക്ക് വരുന്നില്ല. एक दुष्ट को कितना चाहे कितना भी दया दिखाए तो भी वो धर्म को नहीं सीखता. അതിന്റെ 10-ാം വാക്യം ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കയില്ല. दुष्ट को कितना भी दया दिखाए तो वो क्या करता है, वो धर्म की बातें नहीं सीखता. യഹോവയുടെ മഹത്വം അങ്ങനെയുള്ളവർ കാണത്തില്ല. കാരണം അവൻ ജീവിതം നേരെ ആയില്ലെങ്കിൽ എങ്ങനെയാ ദൈവത്തിന്റെ മഹത്വം കാണും? അപ്പൊ ഞാൻ തന്നെത്താൻ ഉയർത്തിയ എന്നെ, സാത്താനെ പോലായ എന്നെ, അതായത് വളഞ്ഞ വഴി കൂടെ നടന്ന എന്നെ നേരെയാക്കാൻ എനിക്കൊരു സഹായി, എനിക്ക് ദൈവത്തിന്റെ പുത്രന്റെ ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കാതെ യേശു എല്ലാത്തിലും എന്നെ സഹായിക്കൂ എന്ന രീതിയിൽ വളഞ്ഞ വഴി കൂടെ നടക്കുകയാണ്. तो इसलिए ऐसा व्यक्ति जो धर्म का बातें नहीं सीखता वो कभी यहोवा का महत्व को नहीं समझेगा, नहीं देख पाएगा. जिसने जो यहोवा की उपस्थिति में आकर, प्रभु का उपस्थिति में आकर प्रभु ने जो कार्य उसके लिए किया है वो बातें वो देख नहीं सकता, समझ नहीं सकता. शैतान का बातों में चलता है, अंधकार में चलने वाला व्यक्ति, वो व्यक्ति जब यीशु के पास आएगा वो क्या करेगा? यीशु का अपना लाभ के लिए इस्तेमाल करेगा. അവിടെ യഹോവയുടെ മഹത്വം നമ്മൾ നേരത്തെ വായിച്ചു, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു യഹോവയുടെ മഹത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണെന്ന്. तो यहाँ पर यहोवा का महत्व लिखा, यानी कि वो यहोवा का महिमा, वो तेज, वो कौन है? यहोवा का तेज प्रभु यीशु मसीह है. അവര് യഹോവയെ അറിയുന്നു എന്ന്, കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും അവർ പോകുന്നത് വിശാല വഴി കൂടെയാണ്. वो लोग अपने मुंह से बोल तो रहे हैं कि हम प्रभु को जानते हैं, फिर भी वो लोग विशाल मार्ग में चलते हैं. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലോടുള്ള ബന്ധത്തിൽ, इसलिए हमारा जीवन का विषय में आते समय में നമ്മൾ ഈ കൃപയിലേക്ക് വന്നാൽ, अगर हम ये अनुग्रह में आने के बाद ഈ രണ്ട് വശം, ഒന്നായത് നമ്മളെ വളഞ്ഞത് നേരെയാക്കുക, तो ये दो बातें, एक है टेढ़ा मेढ़ा चाल चलन सीधा होना, ഉയർന്നത് താഴ്ത്തുക, और जो ऊंचा हृदय अहंकार की बातें है वो नम्र हो जाना. ഇത് നിരന്തരമുള്ള ക്രൂശ് വഹിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അനുഭവമാണ്. ये प्रतिदिन क्रूश उठाकर चलने के हिसाब से वो कम होते रहता है. അപ്പൊ അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വേഗം വരുന്നുണ്ട്. അതായത് നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ 22-ാം അധ്യായം प्रकाशित वाक्य उसका 22वां अध्याय में प्रभु कहता है मैं शीघ्र आ रहा हूँ. അവിടെ കർത്താവ് അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, उसका 11वां वाक्य में प्रभु कहता है അനീതി ചെയ്യുന്നു ഇനിയും അനീതി ചെയ്യട്ടെ. जो अधर्म है, जो अन्याय करता है वो वह अन्याय करते रहेगा. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തീമോഥെയോസിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ അതിൽ മുതിർന്നു വരും. मतलब क्या, जैसे तीमोथियस में हमने पढ़ा था वो उसी में बढ़ते रहेगा. എന്നാൽ और എന്താണ് നീതിമാൻ? परंतु जो धर्मी है, എന്നാൽ ദൈവം നീതീകരിച്ചവൻ ഹൃദയത്തെ താഴ്ത്തി യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിച്ച് ഹൃദയം താഴ്ത്തുകയും തങ്ങളുടെ വഴി പിന്നീട് ഓരോ ദിവസവും ക്രമപ്പെടുത്തുന്നവൻ. അതായത് നമ്മള് യഹോവയ്ക്ക് സ്തോത്രം, അവിടെ നമ്മള് 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, मतलब ये धर्मी वो है जिसने प्रभु का वो मार्ग को उसने देखा, यीशु मसीह का कलवरी क्रूस का कार्य को उसने समझने के बाद प्रभु यीशु मसीह है जो वो सच्चाई में नंबर और दीन कर हमारा टेढ़ा मेढ़ा चाल चलन को सीधा करता है. वो व्यक्ति समझ जाता है, वो क्या करेगा? वो अपने आप को फिर प्रभु का दया से वो सीधा मार्ग में चलेगा. 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, हम लोग बजट संगीता 23 में हम पढ़ते हैं, 50-23 सॉरी 50 का 23 में हम पढ़ते हैं. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ക്രമാനുക്രമമായി കുറേശ്ശെയായി അവന്റെ ജീവിതത്തിന്റെ ക്രമത്തിന് മാറ്റം വരികയാണ്. കാരണം അവൻ ദൈവാനുരൂപനായി ക്രിസ്തുവിനെ പോലെ നേരെ നടക്കുക, ക്രിസ്തുവിനെ പോലെ താഴ്മയുള്ളവനാകുക എന്നൊരു പ്രോഗ്രസിലേക്ക് അവൻ വളർന്നു വരികയാണ്. वो क्या करता है? जो प्रभु का उस महिमा को देखता है वो क्या करेगा? अपना चरित्र उत्तम रखता है, यानी कि प्रभु को वो चरित्र, यानी कि उसका चाल चलन जो है, प्रभु ने जो उसको उद्धार का मार्ग दिखाया है वो बात में वो क्या करेगा? अपना चाल चलन को वो सीधा ही करेगा. അങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മഹത്വം അവർ കാണുകയാണ്, അവര് ദൈവത്തിന്റെ മഹത്വമാണ്. ऐसा व्यक्ति परमेश्वर का महिमा देख रहा है और वो परमेश्वर का महिमा है. അതാണ് ദൈവത്തിന്റെ രക്ഷ, वही है परमेश्वर का उद्धार. അവന് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ ക്രൂശ് വഴി ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഓർഡറിൽ കൊണ്ടുവരികയാണ്, ദൈവത്തിന്റെ വഴിയിലേക്ക്, ക്രിസ്തുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. तो वो क्या करेगा? वो व्यक्ति प्रभु का क्रूस का वो कार्य के द्वारा अपना चाल चलन को और अपना क्रमांक को वो सीधा लाता है. അപ്പോൾ ഇതാണ് നമ്മൾ മനം തിരിയുക, മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം യേശുവിന്റെ രൂപത്തോട് അനുരൂപമാക്കുന്നതിനെയാണ്. इसलिए हमें मन फिरना बोलेगा तो वो इसी प्रभु का इस चाल चलन को हमें स्वीकारने के बारे में है. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം
നമ്മളുടെ ജീവിതത്തിന്റെ ക്രമീകരണത്തിലൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇടുങ്ങിയ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. तो परमेश्वर का महिमा जब अपने चाल चलन में हम लाते समय में हम लोग सीधा चलने लगेंगे तो क्या होगा, हम दबे हुए और सिकड़े हुए रास्ते में हम चलेंगे കാരണം നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകുന്നു. और फिर हमारे जीवन में फल आएगा. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകും. പിന്നെയും പിന്നെയും നമ്മൾ വേറൊരുവന്, ഞാൻ എന്റെ അല്ല, എന്റെ മനസ്സ്, എന്റെ ഇച്ഛ, എന്റെ വികാരം യേശു വിലയ്ക്ക് വാങ്ങി. അതാണ് നമ്മള് ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ നമ്മള് ഓരോ ദിവസവും ക്രമാനുക്രമമായി നമ്മുടെ ജീവിതം യേശുവിന്റെ രൂപത്തോട് അനുരൂപമാകണം, ഫലം കായ്ക്കുകയാണ്. वैसा व्यक्ति वो मरकर किसी और का हो रहा है, तो क्रूस का कार्य वो क्या करता है, प्रतिदिन उसको मरते मरते उसका पुराना स्वभाव का, पुराना मनुष्यत्व का स्वभाव को खत्म करते हुए मसीह के लिए जीने के लिए, फलवत पूर्वक जीवन जीने के लिए फल की ओर उसको लेकर चलाता है. അപ്പം 7:4 വായിക്കുകയാണ് നമ്മൾ, റോമലേഖനം 7:4. रोमियो का पुस्तक 7:4 में हम पढ़ते हैं, അതുകൊണ്ട് സഹോദരന്മാരെ, इसलिए है भाइयों. എന്താണ് സഹോദരന്മാരോട് പറയുകയാണ്? भाइयों को क्या कहता है? നാം ദൈവത്തിന് ഫലം കായ്ക്കുക. ഈ ഫലം കായ്ക്കുക എന്ന് പറയുന്നതാണ് ഈ മഹത്വം എടുക്കുക എന്ന് പറയുന്നത്. അതിൽ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറയുകയാണ്, परमेश्वर के लिए फल लाओ करके बोलते समय में हम वही बात हम लोग यूहन्ना का पुस्तक 15 अध्याय में 5:8 വാക്യം, 15:8 में, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വം കൊടുക്കുന്നു. तुम लोग अधिक फल, तुम पिता को महिमा इससे होती है कि तुम बहुत से फल लाते हो. അപ്പൊ ഇവിടെ നമ്മൾ ക്രൂശ് നിമിത്തം യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവം പറയുകയാണ്, എന്റെ പുത്രനുമായി നിങ്ങൾ സഹവസിച്ചാൽ നിങ്ങൾ എന്റെ പുത്രനെ പോലെ. ഒരു ആയുസാണ് ദൈവം അതിന് എടുക്കുന്നത്. നമ്മുടെ ആയുസ് മുഴുവനും യേശു ക്രിസ്തുവിനോട് സഹകരിച്ചു പോകുമ്പോൾ യേശുവിന്റെ നമ്രത നമ്മുടേതായി തീരുന്നു. യേശുവിന്റെ നേരെയുള്ള യാത്ര, അല്ലെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, യേശു എന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. तो इसलिए हमें प्रतिदिन जब अपने अपने आप को समर्पण करते समय में हमारा जीवन भर का आयु भर जब उस क्रूज को उठाते हुए प्रभु के साथ चलते समय में क्या होगा, हम प्रभु के लिए फलवत होकर जीते रहेंगे. उस समय में प्रभु के साथ जब हम चलेंगे तो प्रभु का नम्रता हमारा नम्रता होगा, और प्रभु जो सीधा चाल चलन में चलता है, क्योंकि मार्ग सत्य और जीवन प्रभु ही है, उस मार्ग में जो प्रभु है उसमें हम चलते रहेंगे. അപ്പൊ നമ്മളിവിടെ വായിക്കുകയാണ്, നമ്മള് ദൈവത്തിന് ഫലം കായ്ക്കുക. इसलिए परमेश्वर के लिए फलवंत हो. നമ്മള് ഈ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ നമുക്കത് ഫലം കായ്ക്കാൻ പറ്റും. तो परमेश्वर के लिए फल लाए करके बोलते समय में उसका 2 अर्थ है. നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഹോശേയ പ്രവചനം 10-ാം അധ്യായം, होशिया का पुस्तक 10वां अध्याय, അതിന്റെ 10-ാം അധ്യായത്തിന് 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 10:1 में हम पढ़ते हैं. നമ്മൾ അതിന്റെ ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. वो मलयालम का ट्रांसलेशन में बराबर नहीं आया है. അവൻ ഫലം കായ്ക്കുന്നു എന്നാണ് മലയാളത്തില്. जिससे वो बहुत से फल भी लगे. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഫലം കായ്ക്കുന്നു, ദൈവത്തിന് വേണ്ടി എന്നല്ല. तो वहां पर वो पढ़ते समय में वो ऐसा आना चाहिए कि वो खुद के लिए फल ला रहा है. അവർക്ക് ഫലം കായ്ക്കുന്നു, അവരവർക്ക് ഫലം കായ്ക്കുന്നു. तो ये लोग क्या कर रहे हैं, अपने लिए अपना अपना कार्य करके अपना अपना फल लाने अपने लिए कर रहे हैं फल. അതിന്റെ അങ്ങനെയാണോ അതിനകത്ത് ശരിക്കുള്ള ഹിന്ദിയിൽ എങ്ങനെയാ അത്? हिंदी में पढ़े, इजराइल एक लहलहाता हुई दाखलता सी है जिसमें बहुत से फल भी लगे. हाँ अंगने अल्लाह, तो उसमें आना चाहिए जिससे अपने लिए ही फल लाता है, ऐसा आना चाहिए. ഫ്രൂട്ട് അണ്ടു ഹിംസെൽഫ് എന്ന് വായിക്കുന്നുണ്ടോ? वहां पर देखो अंग्रेजी में पढ़ते समय में जो अपने लिए खुद के लिए फल लाता है, അവർ ഫലം കായ്ക്കുക. वो लोग फल तो ला रहे हैं, പക്ഷെങ്കിൽ ഫലം കായ്ച്ച് അവർ കൂടുതൽ വളഞ്ഞ വഴിയിലും കൂടുതൽ അഹങ്കാരികളുമായി തീരുക. परंतु जितना फल लाते समय में उतना ज्यादा वो लोग अहंकारी हो रहे हैं, उतना ज्यादा उनका चाल चलन में वो लोग टेढ़ा बेढ़ा ही चल रहे हैं और ज्यादा बढ़ रहा है. അതെല്ലാം ദൈവമായിട്ട്, അതാണ് അവർ അവസാനം അവർ വായിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ വായിച്ചത്. वही हमने मत्ती का 7 में हमने पढ़ा. आखिरी में क्या होगा, അതിന്റെ അന്ത്യം, उनका अंत क्या है. അപ്പൊ അതാണ് നമ്മള് സുവിശേഷ വേലയിലാണെങ്കിൽ പോലും അവർ ഫലം കായ്ക്കുക, തങ്ങൾക്ക് പണം ഉണ്ടാക്കുകയാണ് അവര്. तो जो सुसमाचार के सेवा में भी निकलने वाले लोग भी क्या कर रहे हैं, वो लोग फल ला रहे हैं, परंतु अपने लिए फल ला रहे हो. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇതാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്. इसलिए फिलिप्पो का पुस्तक में पौलुस ये रोककर कहता है, അവിടെ പറയുകയാണ്, അവര് പലരും ക്രിസ്തുവിന്റെ ക്രൂശിന് എന്ന് പറഞ്ഞാൽ, ക്രൂശ് നമ്മൾ നേരത്തെ കണ്ടു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു എന്താണ്, ദൈവത്തിന്റെ പുത്രൻ ക്രൂശ് വഹിച്ചുകൊണ്ട് വരികയാണ്. ആ ക്രൂശിലെ മരണത്തിലൂടെ അവർ എന്ത് ചെയ്യുന്നു, ഉയർന്ന ഹൃദയങ്ങളെ താഴ്മയുള്ളതാക്കുകയും വളഞ്ഞ ഹൃദയങ്ങളെ നേരെയാക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയെ അവർ കാണാതെ അവരെന്ത് ചെയ്യാണ്,
അവിടെ അതിന്റെ इसके लिए फिलिपियों का ലേഖനം, पुस्तक फिलिपियों का पुस्तक वहां पर 19-20 में पढ़ते समय में वहां पर देखो बहुत से लोग क्रूस के शत्रु बन चुके हैं करके वहां पर वो रोते हुए कहता है करके 18 से पढ़ते समय में हम देखते हैं। तो मतलब किस तरह क्रूस का शत्रु हो रहा है, यानी कि जब यूहन्ना बपतिस्मा देने वाले ने उसने क्या बोला, सारे पहाड़ जो ऊंचा है वो नीचा हो जाएगा और जो टेढ़े मेढ़े मार्ग है वो सीधा हो जाएगा। ये प्रभु का जो कार्य है इसका विपरीत ये लोग क्या कर रहे हैं, उसका उल्टा कार्य कर रहे हैं, जिसके वजह से प्रभु का कार्य की उल्टा करने की वजह से क्रूस के शत्रु हो गए। അപ്പോൾ അവിടെ 19 വായിക്കുകയാണ്, അവരുടെ അവസാന നാശം, അവസാനം. तो ये वहां पर उसका 19 में पढ़ते समय में देखो ऐसे लोगों का अंत क्या है, विनाश है। ये लोग अंत उन लोगों को लास्ट में विनाश में डाल दिया जाएगा। അപ്പൊ ദൈവത്തിന് ഫലം കായ്ക്കാതെ तो परमेश्वर के लिए फलवत ना होते हुए തങ്ങൾക്ക് തന്നെ ഫലം കായ്ക്കുകയാണ്. अपने आप के लिए अपने लिए फल ला रहे हैं। അപ്പൊ അതാണ് നമ്മുടെ അവിടെ അവര് വീതിയുള്ള വഴിയിൽ കൂടെ പോകുന്നവർ നാശത്തിലേക്ക് പോകുന്നു. यही बात हम लोग ने मत्ती का पुस्तक में हमने क्या पढ़ा, जो इस विशाल मार्ग में चलते समय में उनका अंत क्या है, नाश है। എന്നാൽ ജീവങ്കിലേക്ക് പോകുന്നവർ അത് ചുരുക്കം, വളരെ ഒരു റെമനന്റ് ആയിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ ജീവന്റെ വഴിയിലേക്ക് വരുന്നുള്ളൂ. परंतु जो जीवन का मार्ग में चलने वाले लोग बहुत ही कम लोग आते हैं करके हम देखते हैं। അപ്പം ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ തുറന്ന് വായിക്കുകയാണ്, അതായത് അവരുടെ ദൈവം വയറ്, ദൈവത്തിന് ലജ്ജ തോന്നുന്ന കാര്യത്തിൽ ഇവർ മാനം തോന്നുക. तो और ये फिलिपियों 19 में जब आगे पढ़ते समय उनका अंत विनाश है, उनका ईश्वर पेट है और वो अपनी लज्जा की बातों पर घमंड करते हैं। यानी कि जो परमेश्वर के लिए लज्जा की बातें हैं उस बात पर वो लोग घमंड करके जी रहे हैं। അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളുടെ മർമ്മം നമ്മള് യൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിച്ചത്, അവിടെ പറയുന്ന അധികാരികൾ അല്ലെങ്കിൽ പൗരോഹിത്യ അധികാരവും രാജകീയ അധികാരവും വെച്ച് മനുഷ്യൻ ലോകരെല്ലാവരും ഈ ഒരു നിലയിൽ അഹങ്കാരികളായി തീർന്നു. इसलिए हम लोग लूका का पुस्तक में जो अधिकारी लोगों के बारे में हमने पढ़ा, इस तरह संसार के सब लोग अधिकार में आने की वजह से वो लोग परमेश्वर के खिलाफ सारा मनुष्य अहंकारी और टेढ़ा मेढ़ा चाल चलन में जी रहे हैं। അപ്പൊ നമുക്ക് ഒരു ശരിയായ സഭ, इसलिए एक सही कलीसिया അല്ലെങ്കിൽ ക്രൂശ് കണ്ടിട്ട് या फिर क्रूस को देखकर എനിക്ക് വേണ്ടി ക്രൂശ് ചുമന്നത് പോകുന്നത് കാണുന്ന ക്രിസ്തുവിനെ യഥാർത്ഥമായി കാണുമ്പോൾ അവന്റെ അഹങ്കാരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. जो मेरे लिए क्रूस में कष्ट सहा हुआ उस यीशु को जब वो ध्यान करते समय में उसका अहंकार अपने आप कम होते रहेगा। അവന്റെ വളഞ്ഞ വഴി നേരെയായി വരികയാണ്. और उसका जो भी टेढ़ा मेढ़ा चाल चलन है वो सब सीधा हो रहा है। അങ്ങനെ അവൻ പുരോഗമിക്കും തോറും അവന്റെ വളവ് നേരെയായി, അവന്റെ അഹങ്കാരം കുറഞ്ഞു കുറഞ്ഞ് മധ്യാഹ്നം പോലെ പ്രകാശം കൂടുതൽ കൂടുതലായി, തേജസ്, ദൈവത്തിന്റെ മഹത്വം വലുതായിട്ട് വലുതായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. इस तरह उसका जो टेढ़ा मेढ़ा चाल चलन सीधा सीधा होते रहता है और जो घमंडी और अहंकारी होकर हृदय जो ऊंचा हो गया था वो नीचे नीचे होते होते आगे आगे बढ़ते समय में, नम्र होकर आगे आगे बढ़ते समय में एक जैसा उदय सुबह सवेरे सवेरे जो प्रकाश आता है, चमकता है, वैसा प्रभु का महिमा को और भी चमकते हुए देखेगा। അതിന് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലത്. ये हमसे नहीं होगा। നമ്മള് മരിച്ചിട്ട്, അത് റോമലേഖനം 7:4 അതാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാണ്. हम लोग रोमियो का पुस्तक 7 में हमने पढ़ा, जब हम लोग मरकर प्रभु के लिए फलवत हो जाए। നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മള് ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഫലം കായ്ക്കുകയാണ്. ആത്മാവിന്റെ ഫലങ്ങളെല്ലാം ദൈവത്തിനാണ്. इसलिए हम लोग जब प्रभु के प्रेम में बनकर जब हम लोग प्रेम दूसरों को हम लोग प्रेम करते समय में हम लोग क्या कर रहे हैं, हम लोग आत्मा में फल ला रहे हैं। वो फल किसका फल है? परमेश्वर के लिए हम लोग फल ला रहे हैं। वो प्रेम परमेश्वर का फल है। നമ്മൾ ദൈവത്തിനായിട്ട് ജീവിക്കുകയാണ്. इसके और हम लोग परमेश्वर के लिए जी रहे हैं, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുകയാണ്. परमेश्वर का महिमा के लिए जी रहे हैं। നമുക്കായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അഹങ്കാരികളാവും. अगर हम लोग खुद के लिए अगर जीने शुरू करेंगे तो हम लोग अहंकारी हो जाएंगे। നമുക്ക് വേണ്ടിയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പിന്നെയും വളഞ്ഞ വഴിയിൽ കൂടിയാണ്. अब अगर हमारे लिए ही सब बातें कर रहा है तो हम लोग अभी भी टेढ़े मेढ़े मार्ग में ही चल रहे हैं। അതുകൊണ്ട് इसीलिए മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവരെ അല്ലെങ്കിൽ ക്രിസ്തുവിനാകേണ്ടതിന് हम लोग मरकर किसी और के हो जाए, पुनरुद्धार होकर किसी और के लिए हो जाए, मसीह के लिए हो जाए। അപ്പൊ നമ്മൾ നിരന്തരം ഇങ്ങനെ ക്രിസ്തുവിന്റെ ആകുമ്പോൾ, इसलिए निरंतर हम लोग बार बार मसीह के होते रहते समय में, അതുകൊണ്ടാണ് നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിലാണ്, അല്ലെങ്കിൽ നമ്മള് എങ്ങനെയാണ് ഉയർന്ന ചിന്താഗതി, അല്ലെങ്കിൽ ഉയർന്ന ഹെരോദാവിനെ പോലെയും പൊന്തിയോസ് പീലാത്തോസിനെ പോലെ അഹങ്കാരികളാണ്. तो जब हम शारीरिक तय करके 5 में पढ़ते समय मतलब क्या, एक समय में पुराना ख्यालात के, यानी कि जो हेरोद था, पिलातोस था, कैसर था और इस तरह के अधिकारी लोग कैसा लोग प्रभु के खिलाफ थे,
वो बात को बोला जब हम लोग शारीरिक थे, അപ്പോൾ നമ്മൾ മരണത്തിന് ഫലം കായ്ച്ചു എന്നാണ് വായിക്കുന്നത്. तब हम लोग पाप की अभिलाषा में जीने की वजह से क्या हो गया, मृत्यु का फल उत्पन्न करते थे. കാരണം രണ്ടാം മരണത്തിന്, मतलब वो दूसरा मृत्यु, രണ്ടാം മരണത്തിന് ഫലം കായ്ച്ചു. दूसरा मृत्यु के लिए फल उत्पन्न कर रहे थे हम लोग. അപ്പൊ അതാണ് നമ്മള് റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. कोई रोमियो में आप पढ़ते हैं, റോമലേഖനത്തിൽ പാപികളെ സംബന്ധിച്ചോളം അവരെ നരകത്തിൽ ഉള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ വായിക്കുന്നു. അതിന്റെ റോമലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. पापियों के विषय लोग क्या करते हैं, वो पाप में जी कर परमेश्वर का क्रोध को वो लोग और हृदय में बटोरते जा रहे हैं. അതിന്റെ 5-ാം വാക്യം, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദിച്ചു വെക്കുന്നു. पास पढ़ना. और अपनी कठोरता और हठीले मन के अनुसार उसके क्रोध के दिन के लिए जिसमें परमेश्वर का सच्चा न्याय प्रकट होगा अपने निमित्त क्रोध कमा रहा है. അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചോളം അങ്ങനല്ല. परंतु एक पवित्र जन के लिए ऐसा नहीं है. നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകുമ്പോൾ, हम लोग मरकर जब किसी और के लिए हो जाते हैं तब നമുക്ക് തേജസ് കിട്ടേണ്ടതിന്, हमको महिमा मिलने के लिए, നമുക്ക് ഓണർ അല്ലെങ്കിൽ നമുക്ക് ഉന്നതമായ അവിടെ അവൻ വെളിപ്പെടുമ്പോൾ നമ്മൾ വായിക്കുന്നു. അല്ലെങ്കിൽ പത്രോസിന്റെ ലേഖനം അതിന്റെ 1 പത്രോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम लोग पहला पत्रोस पहला अध्याय में जब प्रभु का आगमन, वो क्या होगा, बहुत लोगों को आदर मिलने के लिए, सम्मान मिलने के लिए होगा. അവിടെ അവനെ നമ്മൾ കാണുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അതിന് 1-ന്റെ 7-ാം വാക്യം, 1:7 में आप देखते हैं कि प्रभु का आगमन में वो क्या होगा, പുകഴ്ചയ്ക്ക് തേജസ്സിന് മാനത്തിന് കാണുവാൻ ഇങ്ങനെ ഇടവരും. वो प्रभु का प्रकट में क्या होगा, उसको प्रशंसा, महिमा और आदर का कारण ठहरेगा. അത് അങ്ങനെ ഒരുപാട് പേരില്ല, വളരെ ചുരുങ്ങിയ ഓരോ കാലഘട്ടത്തിലും ഉള്ളവര്, വളരെ ചുരുങ്ങിയ വിശ്വാസികൾ മാത്രമേ അതിനുള്ളൂ. परंतु ऐसा ये सब विश्वासी ऐसे हो गया, ऐसा नहीं है प्रिय, क्योंकि हर एक समय में थोड़े लोग ही रहेंगे जो ये पदवी में प्रभु के लिए पहुंचेंगे. അവർ കർത്താവിനെ മഹത്വം കണ്ട് ജീവിക്കുകയാണ്. क्योंकि ये लोग का खासियत वो ऐसा है कि वो लोग हमेशा प्रभु का महिमा को देखकर जी रहे थे. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യരെ ദുർഘട വഴിയിൽ നിന്ന് നേരെയാക്കി ഉയർന്ന ഹൃദയങ്ങളെ താഴെയുള്ളതാക്കാനുള്ള ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ദൈവം അവനെ മഹത്വവും തേജസ്സും അണിഞ്ഞവനായി ദൈവം അവനെ ഉയർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. इसलिए पिता परमेश्वर ने जब यीशु इस दुनिया में आकर सब ऊंचे और घमंडी अहंकारी लोग जो ऊंचा थे उनके लिए नीचा होने का कार्य करने के लिए, और जो टेढ़े मेढ़े रास्ते में भटके हुए लोगों को सीधा मार्ग में जो लाने के लिए जो कार्य किया, वो कार्य यीशु करने की वजह से पिता परमेश्वर ने सबसे ऊंचा और बड़ा दर्जा और महिमा और प्रशंसा का स्थान यीशु मसीह को दिया. എബ്രായർ 2:9 അതാ പറയുന്നത്, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും തേജസ്സും അണിഞ്ഞവനായി കാണുന്നു. ഈ കാണുന്നു എന്ന് പറയുന്നത് നമ്മൾ അക്ഷരീയമായി കാണുന്നില്ല, നമുക്ക് ആ ജ്ഞാനമുണ്ട്. യേശു തേജസ്കരിക്കപ്പെട്ടവനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. परम यीशु को जो स्वर्गदूतों से कुछ ही कम किया गया था, मृत्यु का दुख उठाने के कारण महिमा और आदर का मुकुट पहने हुए देखते हैं, ताकि परमेश्वर के अनुग्रह से हर एक मनुष्य के लिए मृत्यु का स्वाद चखे. और तो प्रभु ने हमारे लिए इतना मृत्यु का स्वाद चखकर हमारे लिए स्वर्गदूतों से भी कुछ पल के लिए नीचा होकर मृत्यु का दुख उठाया है. इसलिए पिता परमेश्वर ने उसको महिमा और आदर का मुकुट पहनाया. ये बात देखते हैं, मतलब क्या, ये बात हम समझते हैं, ये बात जानते हैं, ये बात ऐसा किया है करके हम विश्वासियों को मालूम है. നമുക്ക് യേശുവിനെ വളരെ ആവശ്യമാണ്. इसलिए हमें यीशु का बहुत जरूरत है. നമ്മുടെ ഭൗമികമായ കാര്യങ്ങൾ തീർത്തു തരുന്ന ഒരു യേശുവായിട്ടല്ല, अब एक ऐसा यीशु नहीं जो हमारा संसारिक जरूरत की बातों का और अभिलाषों को पूरा करके दे, ऐसा यीशु नहीं चाहिए. നമ്മുടെ നിഗളിച്ച ഹൃദയത്തെ താഴ്ത്തുന്ന, बल्कि हमारा कठोर और जो घमंडी होकर ऊंचा हृदय बन चुका है उसको नीचा करने के लिए, നമ്മളെ വളഞ്ഞ വഴി നേരെയാക്കുന്ന, और हमारा टेढ़ा मेढ़ा मार्ग को सीधा करने वाला यीशु, അങ്ങനെ ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത നേടിത്തരുന്ന ഈ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ അതൊരു ചുരുക്കം പേരെ ഉള്ളുവെങ്കിലും ദൈവത്തിന് അത് മഹത്വമാണ്. ഒരു വിശ്വാസിയെ ഉള്ളുവെങ്കിലോ ദൈവത്തിന് മഹത്വമാണ്. इस तरह प्रभु का वो सीधा मार्ग में आकर सच्चाई में जीने वाला एक भी अगर विश्वासी दिख गया तो वो परमेश्वर के लिए आदर और महिमा की बात है. അപ്പോൾ നമുക്ക് സഭ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. इसलिए कलीसिया जो है प्रभु को महिमा करने वाले लोग हैं. അവരുടെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ വളഞ്ഞത് കംപ്ലീറ്റ് നേരെ ആയിക്കൊണ്ടിരിക്കുകയാണ്. तो अभी भी विश्वासी लोग उस पूर्णता में पहुंचे नहीं है. अभी भी वो टेढ़ा मेढ़ा मार्ग से वो लोग अभी भी सीधा हो रहे, ऊंचाईपन से अभी भी नंबर होते जा रहे हैं. अभी भी അവരുടെ അഹങ്കാരം താണുകൊണ്ടിരിക്കുകയാണ്.
उनका अहंकार की बातें अभी भी वो अहंकार से हटकर नम्र होते जा रहे हैं विश्वासी अभी भी, അതിനാണ് ക്രൂശ്. इसीलिए तो क्रूश है. ക്രൂശ് കണ്ടില്ലെങ്കിൽ നമ്മളെ സാഹചര്യമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ട് ക്രൂശിനെ കാണാൻ ദൈവം ഇടവരുത്തും. तो इसीलिए अगर क्रूश को अगर अभी हम लोग सही रीति से नहीं देखेंगे तो प्रभु क्या करेगा, हमारा जीवन का परिस्थिति और वातावरण को इस्तेमाल करेगा और हमारे में क्लेश और तकलीफ लाएगा ताकि क्रूश की ओर आने के लिए. നിങ്ങള് ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെ പോലെ ആകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ഒരുപാട് അടി കിട്ടും. तो इसलिए हम लोग निर्बुद्धि गधे के समान ना रहे, क्योंकि निर्बुद्धि गधा क्या करता है, वो बहुत मार खाता है. അപ്പൊ യേശു ക്രിസ്തുവിന് കിട്ടിയ അടിയിലൂടെയാണ് നമ്മള് വളഞ്ഞത് നേരെയാക്കേണ്ടത്. इसलिए यीशु मसीह जो हमारे लिए मार खाया, हमारे लिए जो कोड़े खाया, उनके मार खाने की वजह से था हमारा टेढ़ा मेढ़ा मार्ग सीधा हुआ. അപ്പം നമ്മളെ ദൈവം നേരിട്ട് അടിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും നേരെയാകത്തില്ല. ऐसा नहीं सोचना कि परमेश्वर तुमको मार रहा है तो तुम लोग सीधा हो जाओगे, ऐसा नहीं होगा. നമുക്ക് അതിനുള്ള ശക്തിയില്ല. क्योंकि परमेश्वर का मार को मरने के बाद सहने के लिए हमारे पास शक्ति नहीं है. അതുകൊണ്ട് നമുക്ക് ബാലശിക്ഷ, ചെറിയ ചെറിയ അടികളാണ് തരുന്നത്. इसलिए हमको खाली ताड़ना देता है, छोटा मोटा ताड़ना मिलता है. യേശു ക്രിസ്തുവിന് കൊടുത്തത് ബാലശിക്ഷയല്ല. यीशु मसीह को जो कोड़े खाया वो कोई ताड़ना नहीं था. അപ്പൊ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഡിസിപ്ലിൻ ക്രിസ്തുവിന് കിട്ടിയ വലിയ അടിയിലേക്ക് നയിക്കാനുള്ള വഴിയാണ് ദൈവം ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വയമായിട്ട് ക്രിസ്തുവിനെ കൂടാതെ സാഹചര്യത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് നന്നാകാൻ പറ്റില്ല. इसलिए यीशु मसीह का हमें प्रभु हमको थोड़ा थोड़ा हमको छोटा मोटा ताड़ना दे रहा है ताकि प्रभु जो हमारे लिए इतना बड़ा दुख और क्लेश उठाया उस बात को और देखने के लिए है. छोटा मोटा ताड़ना मिलकर हम लोग सुधर जाएंगे ऐसा नहीं है, बल्कि वो ताड़ना मिलकर हम प्रभु ने जो हमारे लिए कष्ट उठाया है वो बात को देखने के लिए हमें ताड़ना देकर परिस्थिति में हमें झुकाता है. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് വളരെ താല്പര്യമാണ്. हमारे सब लोगों के विषय में प्रभु बहुत दिलचस्पी से हमारे लिए कार्य करता है. വളഞ്ഞ വഴി നേരെയാക്കുക, ഉയർന്നത് താഴെയാക്കുക, ദുർഘടമായതെല്ലാം ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. इस तरह टेढ़ा मेढ़ा मार्ग को सीधा कर हटीला और घमंडी हृदय जो ऊंचा हो गया उसको नीचा कर रहे हैं. ऐसा होने से हम लोग सब लोग परमेश्वर का महिमा को देख रहे हैं. പൗലോസ് പറയുകയാണ്, ഞാൻ പണ്ട് ദൂഷകനായിരുന്നു. पौलुस कहता है कि मैं हमेशा बुरा बातें बोलता था. അല്ലല്ല, ദൂഷകൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഷ്ടപ്രവൃത്തി ചെയ്തവനാണ്. നമ്മൾ ആ വാക്യം കൂടെ വായിച്ച അവസാനം पौलुस एक समय में वो गवाही देता है कि मैं एक समय में मैं दुष्ट कार्य करता था. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചവനാണ്. मतलब प्रभु का हमेशा निंदा करने वाला काम करता था मैं. 1 തീമോത്തിയോസ് 1:13 വാക്യം, 1 तीमोथी 1:13 में हम पढ़ते हैं, ഞാൻ ദൂഷകനും ഉദ്രവിയും ദുഷ്ടനുമായിരുന്നു. मैं पहले निंदा करने वाला और सताने वाला और अंधेर करने वाला था. കാരണം ഞാൻ പാപികളിൽ ഒന്നാമൻ. और मैं पापियों में मैं पहला था. ക്രൂശ് കണ്ടപ്പോൾ, परंतु क्रूज देखने के बाद ഞാൻ ആ ക്രൂശിന്റെ മഹത്വം കൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി. क्रूज का उस महिमा के सामने मैं अपने आप झुक गया. അവന് ദൈവം യേശു ക്രിസ്തുവിന്റെ കൃപ, और वो प्रभु का अनुग्रह है, അത് എന്നിൽ അത്യന്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും. प्रभु का तो भी प्रभु का दया मुझ पर पड़ी और वो अभी भी वो दया बढ़ रहा है, अनुग्रह मुझ पर बढ़ रहा है. അപ്പൊ പൗലോസിന് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായാലും അതിലല്ല അവൻ നേരെയായത്. तो प्रभु इसलिए पौलुस बहुत कष्ट से गया, क्लेश से गया, इसलिए वो सुधर गया, ऐसा नहीं है. യേശു ക്രിസ്തുവിന് വന്ന ക്രൂശിലൂടെയാണ് പൗലോസ് നേരെയായത്. बल्कि यीशु मसीह को जो क्रूस में जो प्रभु ने जो सहा उसका फायदा पौलुस को हो गया. അപ്പൊ നമ്മളെ നേരെയാക്കാനാണ് യേശു അടി കിട്ടിയത്. इसलिए हमें सीधा करने के लिए प्रभु मार खाया. ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നതിന്റെ മാഹാത്മ്യം കണ്ട് നമുക്ക് നമ്മളെ തന്നെ വീണ്ടും ഓരോ ദിവസവും ക്രൂശ് വഹിച്ചുകൊണ്ട് വളഞ്ഞിരിക്കുന്നത് നേരെയായി, ഉന്നതമായത് താണതായി യേശുവിന്റെ രൂപത്തോട് നമുക്ക് അനുഭവപ്പെടാൻ പ്രിയമുള്ളത്. इसलिए परमेश्वर हमें सीधा करने के लिए अपना पुत्र को मारा पीटा ताकि उसका लाभ हमें हो सके. ये बात को हम लोग देखें और हमारे हृदय का जो भी ऊंचा और घमंडी होने का स्वभाव है उसको नीचा करते हुए और हमारा चाल चलन को सीधा करते हुए उस क्रूस की ओर हम देखें. നമ്മള് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിലോ ഹെരോദാവിന്റെ കീഴിലോ അയ്യപ്പാവും മഹാപുരോഹിതന് കീഴിലോ ആണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ പോകത്തുള്ളൂ. കാരണം രാജ്യത്വവും പൗരോഹിത്യവും ഉള്ള മനുഷ്യരുടെ കീഴിലാണെങ്കിൽ നമ്മൾ പിന്നെയും ആ വഴി കൂടെ പോകത്തുള്ളൂ. എന്നാൽ രാജാവും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. अगर आज भी हम लोग वो अधिकारी में रहने वाले केसर और हेरोद और पिलातोस जो राजा थे और जो अधिकार का गलत इस्तेमाल किया, याजक लोग जो कैफा था और अन्ना था, ये उन लोगों का अधीन में अगर हम लोग रह रहे हैं
तो आज भी हम लोग टेढ़ा बेढ़ा मार्ग में ही चलेंगे और हमारा हटीला हृदय अभी भी ऊंचा रहकर घमंडी रहेगा। परंतु वो सच्चा राजा प्रभु यीशु मसीह और सच्चा महायाजक वो प्रभु यीशु मसीह अगर हमारा अधिकार बन जाएगा तो हमारा कठोर हृदय नम्र होकर हम लोग सौम्य हो जाएंगे और हमारा टेढ़ा बेढ़ा चाल चलन सीधा हो जाएगा। നമ്മുടെ സഭ ഏതെങ്കിലും മാനുഷികമായ രീതിയിലുള്ള അധികാരത്തിന് കീഴിയോ ഏതെങ്കിലും പോപ്പ് പോലെ ആരെങ്കിലും ഭരിക്കുകയോ സംഘടനാപരമോ ആണെങ്കിൽ പിന്നെയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം ഈ മഹാപുരോഹിതനായ യേശുവിന്റെ അടുക്കൽ നേരിട്ട് വന്നെങ്കിലേ അവൻ ഇതിനെല്ലാം പാളയത്തിന് പുറത്തേക്ക് നമ്മൾ വരിക എന്നാണ് ദൈവം വിളിക്കുന്നത്. ഇതെല്ലാം പാളയങ്ങളാണ്. इसलिए अगर हमारा कलीसिया अभी भी कोई संगठना के अधीन में है या हमारे कलीसिया में कोई पास्टर है जो अधिकारी है या पोप है जो चलाता है, सारा कलीसिया उनके अधीन होकर उनका अधिकार के नीचे है, तो हम लोग अभी भी वो मार्ग को समझा नहीं, बल्कि हम सब लोग वो सारा अधिकार को छोड़कर प्रभु यीशु मसीह है हमारा अधिकार को जानकर उनके सामने अधीन होना है। हमारा प्रभु इतना कष्ट हुआ कि वो नगर का फाटक के बाहर जाकर हमारे लिए कष्ट सहा, उस फाटक के बाहर हमें प्रभु के पास जाना है। ആ സൗമ്യതയുള്ളവന്റെ അടുക്കിലേക്ക് വന്ന് നമ്മളും സൗമ്യതയുള്ളവരാകുക. वो सौम्य और नम्र हुआ यीशु के पास हम आए ताकि हम भी नम्र और सौम्य हो जाए। പിതാവിലേക്ക് നേരെ വഴി, വളഞ്ഞ വഴി സ്വീകരിക്കാത്ത നേരെ വഴിയായ യേശുവിനേക്ക് വന്ന് നാമും അവന്റെ ആ വഴിയിലൂടെ സഞ്ചരിക്കുക. पिता की ओर जो सीधा मार्ग बनाया हुआ उस प्रभु की ओर आए ताकि हम भी पिता का उस सीधा मार्ग तक हम भी पहुंचने के लिए प्रभु का पीछा होए। ദൈവത്തിന് മഹത്വമാണ്. परमेश्वर को महिमा है। ഈ രൂപാന്തരം ദൈവത്തിന് മഹത്വമാണ്. നമുക്ക് തേജസ്സും മഹിമയും എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ये सब बातें प्रभु को महिमा देता है। ये सब बातों को देखकर हम लोग साथ में प्रभु के साथ हम सब लोग साथ में रहकर उस चाल चलन में आगे बढ़ते रहे। प्रभु का महिमा हो। പ്രാർത്ഥിച്ചാട്ടെ.